സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ കോമൺ സർവീസ് സെൻ്ററിൻ്റെ ഫോഴ്സ് സംഘടനയെക്കുറിച്ച് നമ്മുടെ SD ചാനലിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സംഘടന അത് ഏറ്റെടുത്ത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് പരാതിയായിട്ട് നൽകുകയും അപ്പോൾ ആ പരാതിയിൽ ഒരു തീർപ്പുണ്ടാകുകയും അതിൻ്റെ പകർപ്പ് ഞാൻ ഈ വീഡിയോയോടൊപ്പം ഷെയർ ചെയ്യുന്നു. അതായത് സ്ത്രീ സുരക്ഷാ പെൻഷനിൽ നാളിതുവരെ നമ്മൾ ഓൺലൈൻ ചെയ്തതിന് ശേഷം ചില കേന്ദ്രങ്ങളിൽ നിന്നും ചില അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ മാനുവലായിട്ട് ഫോം ഫില്ല് ചെയ്ത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അപ്പോൾ അത് തീർത്തു ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ഓർഡർ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നമ്മുടെ ഫോഴ്സ് സംഘടനയ്ക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയോടൊപ്പം ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് എല്ലാ നമ്മുടെ ഓൺലൈൻ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകട്ടെ നമ്മുടെ ഈ ഓർഡർ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള സ്ത്രീ സുരക്ഷാ ആപ്ലിക്കേഷനുകൾ ഇപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റുമായിട്ട് 400-450ഓളം അപേക്ഷകൾ നമ്മളെ കടങ്ങന്നൂർ CSEയിൽ നിന്നും അതുപോലെ തന്നെ വിവിധ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും മറ്റും സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ആളുകൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇതിന് ലാസ്റ്റ് തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. 30 എന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്ക് പോസ്റ്റുകളും മറ്റും ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല, നമ്മുടെ വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ രേഖയുമായിട്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഓൺലൈനിൽ മാത്രം അപേക്ഷ സമർപ്പിക്കുക. പഞ്ചായത്തിലും മറ്റും പോകേണ്ട യാതൊരു കാര്യവും ഇല്ല നിലവിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.